ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹീറോ ബ്രൈനിലെ ഒരു മോഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഹീറോ ബ്രൈനിൻ്റെ ഒരു മോഡാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഗൈസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇതൊരു സ്കേറിയസ്റ്റ് മോഡാണ്. ഇവിടെ ഹീറോ ബ്രെയിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ആടൊക്കെ ഉണ്ട്, നമ്മളെ തല്ലിക്കൊല്ലാം. നമ്മളിപ്പോൾ ഒരു വില്ലേജിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ടെമ്പിളേറ്റ്സ് കിട്ടുന്ന സീലാണ് കോസ്റ്റൽ വില്ലേജ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തല്ലിക്കൊല്ലാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി എത്ര വോൾസ് ഉണ്ട് നോക്കാം. 3 വോളായിട്ടുണ്ട് ഗൈസ്. നമുക്ക് വീടൊക്കെ പണിതൊന്നും സെറ്റിലാവണം. അതിന് മുന്നേ നമുക്ക് വീട് പണിയുന്നത് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു പൊട്ട ശബ്ദം ഉണ്ടാക്കി ഇവിടുത്തെ വില്ലേജിലൊക്കെ കയറി സാധനങ്ങളൊക്കെ എടുക്കാം. വാവ് ഗൈസ്, ഗുണാക്കി. നമുക്ക് ഇതിൽ കൂടെ കൂടി നോക്കാം. ഫസ്റ്റല്ല നമുക്ക് എടുക്കാം, ഹേബയിലൊക്കെ നമുക്ക് എടുക്കാം. നമ്മളപ്പോൾ ഒരു ബോണസ് ടെസ്റ്റ് തുറന്നിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടിയത്. നമ്മൾ കളി തുടങ്ങുമ്പോൾ ഒരു ബോണസ് ടെസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ട ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ശബ്ദം കുറച്ചില്ല. അപ്പോൾ നമ്മൾ ആ ശബ്ദം കുറച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി കളിക്കാം. ശബ്ദം കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് പറഞ്ഞാൽ പൊട്ട ശബ്ദം. നമുക്ക് ആദ്യം ഇവിടുത്തെ ഹേബേൽ മൊത്തം കളക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതിവിടെ ഭയങ്കര ഹൊറർ സീഡാണ്, അല്ല ഹൊറർ മോഡാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ ഈ മോഡ് കയറ്റിയത് മറ്റേ ആഡ് ഓൺ ഫോർ മൈൻക്രാഫ്റ്റിൽ നിന്നാണ് ഗൈസ്. അപ്പോൾ കയറ്റേണ്ടവർക്കൊക്കെ അവിടെ പോയിട്ട് കയറ്റാം. ഇതിൽ 3 ഇതായിട്ടാണ് കയറി വരിക. അപ്പോൾ ഒന്നിന് ഫോഗ് ഇങ്ങനെ വരും. അത് ഞാൻ ഓഫാക്കിയിട്ടേക്കാണ്. ഫോഗ് കാരണം ഒന്നും കാണാനായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഫോഗ് ഓഫാക്കിയിട്ടു. ബാക്കി മോഡൊക്കെ ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫോഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസമാണ്, പക്ഷെ എനിക്കൊന്നും കാണാനായിരുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോഗ് ഓഫ് ചെയ്തത്. നമുക്ക് ആദ്യം ഇവിടുത്തെ വീറ്റൊക്കെ കളക്ട് ചെയ്യാം. വില്ലേജ് കുട്ടപ്പന്മാരൊക്കെ ഇവിടെ അവധി കൂടി ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ കയറിയിട്ട് ഒരു 5-3 മിനിറ്റ് ആയിട്ടുള്ള. അപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ ആദ്യം എടുത്തിട്ട് പോകാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറിച്ചു തുടങ്ങാം ഗൈസ്. പൊട്ടാറ്റോ ആണിത്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാം ഗൈസ്. സെൻസിറ്റിവിറ്റി ഞാൻ കുറച്ചിട്ടുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് ടഫായിട്ടിരിക്കുന്നത്. സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ടപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സെൻസിറ്റിവിറ്റി കുറച്ചിട്ട്. ക്യാരറ്റൊക്കെ നമുക്ക് പറയണം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. ഓക്കെ, നമ്മുടെ ക്യാരറ്റൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫാമിൽ നിന്ന് സാധനങ്ങൾ പറിക്കണം നിർത്തിയിട്ട് നമുക്ക് വീണ്ടും ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ വന്നതാണ്. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ആ ഭാഗത്തൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം.
സ്റ്റോൺ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പിക്കാക്സിൻ്റെ ലൈഫ് ഓൾറെഡി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തീർന്ന വരെ ഞാനത് പൊട്ടിച്ചു. അപ്പോൾ സ്റ്റോൺ എടുത്തു. അപ്പോൾ നമുക്കിനി വീട്ടിലെ ഓരോരോ വീട്ടിലേക്കായിട്ട് നോക്കാം ഗൈസ്. കുറേ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതിലൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറയാൻ പറ്റില്ല. ഈ വീട്ടിലൊന്നും ഉണ്ടാവില്ല. ഫിഷർമാൻ്റെ വീടാണ്, അവിടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചെറിയ ചെറിയ വീട്ടിലൊന്നും ഉണ്ടാവില്ല, വലിയ വലിയ വീട്ടിലൊക്കെയാണ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട്. ഞാൻ ഈ സീഡ് കളിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളെപ്പോഴും വില്ലേജ് നമ്മളിട്ട് വട്ടം ചുറ്റാണ്. എങ്ങോട്ട് പോകും? നമുക്ക് നേരെ പോയി നോക്കാം വീട്ടിൽ. നമ്മളങ്ങനെ പതുക്കെയാണ് നടക്കുന്നത്. നമ്മൾ ഹങ്കർ ബാർ വളരെ കുറവാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 4 മണിയുണ്ട്. ഓക്കെ സെറ്റ്. നമുക്കിനി അവിടെ ഒരു വീട് കാണാനുണ്ട്. നമുക്കിനി ആ വീട്ടിൽ പോയി നോക്കാം. ലൈബ്രറിയാണ്. നമ്മളിപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഈ വില്ലേജ് മൊത്തം ഞങ്ങൾ പെട്ടുപോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ വില്ലേജ്? ഒരുപാടുള്ള വില്ലേജായിരുന്നു. പകുതിയായി ഒരു വില്ലേജ്. വീടൊക്കെ വില്ലേജിൽ ഉണ്ടായിരുന്നു. കുറച്ച് നേരമായി നമ്മൾ ഇവിടെ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഈ വില്ലേജ് ഇത്രേ ഉള്ളൂ അതോ ബാക്കി ഭാഗം കാണണ്ട? എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു സംശയം, നമ്മൾ വില്ലേജ് മാറിയാണോ കയറി വന്നതെന്നാണ് എൻ്റെ സംശയം. നമുക്ക് ഈ വില്ലേജിലേക്കല്ല കൈസ് വരണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വില്ലേജ്. മറ്റേത് വേറെ ഏതോ വില്ലേജ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഈ വില്ലേജിലാണ് നമ്മൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള വില്ലേജ്. അപ്പോൾ നമുക്കപ്പോൾ ആദ്യം ഈ വില്ലേജ് അപ്പോൾ നമുക്ക് ലൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഹങ്കർ ബാർ പെട്ടെന്ന് കുറയുന്നുണ്ട് ഗൈസ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടി തുടങ്ങി. ലെഗിൻസ്, അയേണ്ട പിക്കാക്സ്, അയേണ്ട സോഡ്, ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗോൾഡും കിട്ടിയിട്ടുണ്ട്. ഗോൾഡൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് സോഡും കഴിഞ്ഞ് നോക്കാം. ഇവിടെ തന്നെ വേറെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ട് ഗൈസ്. നമുക്ക് ആ വീട്ടിലും കൂടി ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു പിക്കാക്സ് കിട്ടി. കുറച്ച് അയണും കിട്ടി. നമുക്കിവിടുന്ന് പോകാം. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വേറെ വല്ല വീട്ടിനുള്ളിൽ കയറി നോക്കാം. ഇനി വേറെ വീടൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മളെ വില്ലേജ് മൊത്തം നമ്മൾ
ലൂട്ടി നോക്കി. നമുക്കിനി നാളത്തെ എപ്പിസോഡിലേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കണം. അപ്പം ഇത്ര നേരമായിട്ട് നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നും കണ്ടിട്ടില്ല ഈ വേൾഡിൽ. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാണുമെന്ന് നമുക്ക് നോക്കാം. നമുക്കാദ്യം ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പ്ലീസ്. നിങ്ങൾ തേനീച്ചകളുണ്ട്. ഇവിടെ ആവില്ല ഗൈസ്. അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വല്ലവരും വരുന്നു.